മലയാളം തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും ഹൃദയഭാഷ. ഞാൻ മലയാളം പറയുവാൻ പഠിക്കുന്ന ഒരു പ്രത്യേക സമയം ആഗോള മേനവത്വത്തിനു വേണ്ടി ആഗോള മേനവ സംഗമം എൻ്റെ മനസ്സിൽ പൂണ്ട സമയം മുതൽ ഞാൻ അവരുടെ യൂണിറ്റിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. അതൊരു ഉട്ടോപ്യൻ തിയറി ആണെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ അവർക്കത് ബോധ്യപ്പെട്ടാൽ യൂണിറ്റിയുടെ ആവശ്യം അവർ ലീഡേഴ്സ് ആകാൻ യോഗ്യതയുള്ളവരായി മാറും. ഇപ്പോൾ ബലഹീനരായി കിടക്കുന്ന മേനവന്മാർക്ക് അവരവരുടെ തന്നെ സ്വത്വം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം അതപ്പതിച്ചു പോയി എന്നുള്ള കാരണത്താലാണ് ഞാനും കണ്ടിന്യൂസുമായിട്ട് എല്ലാ മാസവും 9-ാം തീയതി മേനവന്മാർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നത്. ഐ ആം ദ സൺ ഓഫ് വെള്ളയിൽ നാരായണ മേനൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് സുവ്യക്തമാക്കിയിരിക്കുന്നത്. സൺഹുഡും ഫാദർഹുഡും മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് ഞാൻ വന്ന കാര്യം എന്തിനാണെന്ന് ഗ്രഹിക്കാൻ എളുപ്പമായി. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരെയും നയിക്കുന്നത് രാഷ്ട്രീയമാണ്, അഥവാ പൊളിറ്റിക്സാണ്. അതുകൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള ബോധം ഉദിക്കാൻ സാധ്യതയുള്ളവർക്ക് വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണെന്ന് വിചാരിച്ചാൽ മതി. രാഷ്ട്രീയത്തിൻ്റെ അതീവ സാന്നിധ്യം കൊണ്ട് പലർക്കും ആധ്യാത്മികത എന്താണെന്ന് ഗ്രഹിക്കാൻ പറ്റാത്ത വിധം കണ്ടീഷനായി പോയി. ഇപ്പോൾ എന്നെ പോലുള്ളവർ എന്തു പറഞ്ഞാലും അത് ഓരോരുത്തരുടെ കാതിലെത്തുവാൻ വളരെ പ്രയാസം തന്നെ. കാതിലെത്തിയാൽ തന്നെ അവരുടെ ഹൃദയത്തിൽ തെളിവുണ്ടാകുവാൻ അതിലും വളരെ വിഷമമുണ്ട്. അങ്ങനെ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ എൻ്റെ വരവ് എന്താണെന്ന് ഗ്രഹിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ ഐ ആം ദ സൺ ഓഫ് വെള്ളയിൽ നാരായണ മേനോൻ എന്ന് പറയുമ്പോൾ മേനോന്മാരുടെ യൂണിറ്റി അതിലൂടെ പ്രഖ്യാപിക്കുകയാണ് ആഗോള മേനവത്വത്തിന് വേണ്ടി. അത് ലണ്ടനിലെ മേനോന്മാരായാലും കാനഡയിലെ മേനോന്മാരായാലും ന്യൂയോർക്കിലെ മേനോന്മാരായാലും ഓസ്ട്രേലിയയിലെ മേനോന്മാരായാലും മിഡിൽ ഈസ്റ്റ് കൺട്രീസിലെ മേനോന്മാരായാലും ന്യൂസിലൻഡിലെ മേനോന്മാരായാലും ഉക്രൈനിലെ മേനോന്മാരായാലും റഷ്യയിലെ മേനോന്മാരായാലും ചൈനയിലെ മേനോന്മാരായാലും മേനോന്മാരുടെ യൂണിറ്റി ചിലപ്പോൾ ഏറ്റവും അവരുടെ ഉജ്ജ്വലമായിട്ടുള്ള ഭാവിയെ കണ്ടു തന്നെ ലീഡേഴ്സ് ആകാൻ യോഗ്യത ഉള്ളവർക്ക് വേണ്ടി പറയുന്ന കാര്യമാണെന്ന് വിചാരിച്ചാൽ മതി. ഇന്ത്യയിൽ ഞാൻ എപ്പോഴും മേനവന്മാരുടെ യൂണിറ്റിക്ക് വേണ്ടി പറഞ്ഞിട്ടും കേരളത്തിലുള്ളവർക്ക് അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം കാസ്റ്റുകളുടെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അങ്ങനെയുള്ളൊരു സംഗതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഏറിയ കാസ്റ്റുകൾ. അതിനെ അതിജീവിക്കാൻ കഴിയുന്നവർ വളരെ കുറച്ചു പേരേ ഉള്ളൂ. അവിടെയാണ് ആധ്യാത്മികതയുടെ പ്രസക്തി എപ്പോഴും വലുതാകുന്നത്. ആധ്യാത്മികത ഇല്ലെങ്കിൽ പിന്നെ മേനവന്മാർക്ക് അവരുടെ ഉജ്ജ്വലമായിട്ടുള്ള ഭാവിയെ ദർശിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ആഗോള മേനവത്വത്തിന് വേണ്ടി ഞാൻ പ്രയത്നിക്കുമ്പോൾ അതൊരു മേനവന്മാർക്ക് വേണ്ടി മാത്രമാണെന്ന് ധരിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. മനുഷ്യരാശിയെ രക്ഷിക്കാൻ വന്നൊരു സേവിയറിന്റെ കടമയാണെന്ന് കണക്കാക്കിയാൽ അത് കുറച്ചുകൂടി ഭംഗിയായി. ഞാൻ നേരെ കാര്യങ്ങൾ പറയുന്നു, സ്വീകരിക്കാൻ കഴിയുന്നവർക്ക് സ്വീകരിക്കാം. കാരണം ഒരു ബിലീവ് സിസ്റ്റം ഉണ്ടാക്കുന്നതല്ല എൻ്റെ പണി. എങ്കിലും ഏത് രീതിയിൽ എങ്ങനെയാണ് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്ന് ശരിക്കും വിലയിരുത്തുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, എന്നെ എല്ലാവരും നിഷേധിക്കുമ്പോഴും ഞാൻ സന്തോഷിച്ചും ചിരിച്ചും പുഞ്ചിരിച്ചും
എൻ്റെ കാര്യം നിറവേറ്റിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോയി ഇപ്പോൾ ഡിക്ലെയർ ചെയ്തു ഞാൻ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. അതുകൊണ്ട് മെസ്സഞ്ചേഴ്സ് ഓഫ് ലവ്, റിലീജിയൻ ഓഫ് ലവും പുതിയ നിജരാജ യോഗിക് സിദ്ധാന്തങ്ങളും എല്ലാം ഞാൻ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു വരുമ്പോൾ അതിന് കൂട്ടുനിൽക്കാൻ കഴിയുന്ന മേനോന്മാരെയാണ് ഞാനും തിരയുന്നത്. അത് വെറും ഫാമിലി മാറ്റേഴ്സ് അല്ല, അത് ആഗോളമായിട്ടുള്ള അവരുടെ ഹൃദയശുദ്ധി കൊണ്ടുള്ള ഒരു സംഗമത്തിന് വേദി ഒരുക്കുന്ന രീതിയിലാണ് ഞാനും പ്രവർത്തിക്കുന്നത്. മേനോന്മാരുടെ സർണയം ഉള്ളത് ഒരു നാണക്കേടായിട്ട് എനിക്ക് തോന്നുന്നില്ല. വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് പറഞ്ഞ് ശീലിച്ചിട്ടുള്ളവർക്ക് വള്ളത്തോൾ നാരായണൻ എന്ന് പറഞ്ഞാൽ അതിനൊരു സുഖമില്ലാത്ത ഒരു രീതിയാണ്. വയലോപ്പള്ളി ശ്രീധര മേനോൻ എന്ന് പറഞ്ഞാലും വയലോപ്പള്ളി ശ്രീധരൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുറവുണ്ട് അതിന്. അതുകൊണ്ട് ഞാൻ മേനവൻ എന്ന് പറയുന്ന ആ സർണയം എടുത്തു തന്നെ മേനവന്മാരുടെ യൂണിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കേരളത്തിലല്ല കൂടുതലും അവരെ കാണുന്നത്, കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമാണ് കൂടുതൽ കാണുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കേരളത്തിൽ അവർ നിർത്താറില്ല. അവരുടെ ബുദ്ധിശക്തിയും അവരുടെ ആത്മീയമായിട്ടുള്ള ശോഭയും എല്ലാം കേരളത്തിന് വേണ്ടാത്തൊരു സംഗതിയായി കാസ്റ്റുകളുടെ വളരെ കൂടുതലുള്ള സംഗതി കൊണ്ട് അവരെല്ലാം കേരളത്തിന് വെളിയിൽ പോകേണ്ടി വന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് യൂണിറ്റി ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കുമ്പോൾ അത് ആഗോളമായ മേനവത്വത്തിന് വഴിയൊരുക്കുകയും ലോകത്തിന് മുഴുവനും അത് ഉപകരിക്കുകയും ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൊണ്ടാണ് ബിസിനസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ടുഗദർ എന്ന കൺസെപ്റ്റിൽ മേനവന്മാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള പല സംഗതികളും ഞാൻ വരുന്നത്. അതിൽ റിസ്ക് ഉണ്ട്, അഡ്വഞ്ചറായിട്ടുള്ള ജീവിതവുമുണ്ട്. കറേജിയസും ബ്രേവായിട്ടുള്ളവർക്കും മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആധ്യാത്മികത. സാധാരണ മനുഷ്യർക്ക് അത് പറ്റാത്ത സംഗതിയുമാണ്. അതുകൊണ്ട് എന്നെപ്പോലുള്ളവർ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആധ്യാത്മികമായിട്ടുള്ള ശക്തിയും വിഷനും വേണം. എൻ്റെ സ്വന്തപ്പെട്ടവർക്ക് പോലും എന്നെ സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരുടെ കുഴപ്പമല്ല, റോങ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ സിസ്റ്റത്തിൻ്റെ അപാകത എന്തെന്ന് മനസ്സിലാക്കിച്ച് എൻ്റെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗ്ലോബൽ മേനോൺസിൻ്റെ നവനിജം സെക്യൂരിറ്റിയോടൊപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തും. 22/79 അത് ആഗോളമായിട്ടുള്ള കോസ്മിക് കോൺഷ്യസ്നസിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള നവനിജ ഊർജം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ സാധാരണ സെക്യൂരിറ്റി പോലുള്ള രീതിയല്ല അത്. കോസ്മിക് ആയിട്ടുള്ള കോൺഷ്യസ്നസിൻ്റെ അവരുടെ കണ്ണുകൾ മുഴുവനും മനുഷ്യരാശിയുടെ മേൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആരെല്ലാം ഉയർന്ന ബോധമുള്ളവരുണ്ടോ അവരെയെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് അവരും നോക്കിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല സംഗതികളും ഉള്ളതുകൊണ്ട് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളെ ഞാനും പറഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ കോസ്മിക് കോൺഷ്യസ്നസ് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഓർഗനൈസേഷനിലേക്കും ഗ്ലോബൽ മേനോൺസ് അസോസിയേഷനിലേക്കും ഓരോരുത്തരെയും അവരുടേതായിട്ടുള്ള രീതിയിൽ ക്ഷണിക്കുന്നത്. അതിലൂടെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും അവരുടെ ഭാവി എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന്. ഏതെങ്കിലും മനുഷ്യർ എപ്പോഴെങ്കിലും പുതിയൊരു ആദേശവും ആശയവുമായി വരുമ്പോൾ അതിനെ എതിർക്കുന്നവരാണ് കൂടുതലും പേർ. അത് അറിവില്ലായ്മയാണ്. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ മുഴുവനും പലതരത്തിലുള്ള ഇംപ്രഷൻസ് ഉള്ളവർക്ക് ആധ്യാത്മികമായിട്ടുള്ള ബോധം കണ്ടാലും തിരിച്ചറിയാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് ടോക്സിക് എനർജീസിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് മറ്റുള്ളവരെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റില്ല, അവരവരുടെ ഉള്ളിലെ ദിവ്യത്വം എന്താണെന്ന് അതും തിരിച്ചറിയാൻ പറ്റില്ല. ടോക്സിക് എനർജിയും ക്രിമിനൽ എനർജിയും വളരെ വ്യത്യസ്തമാണ്. ടോക്സിക് എനർജീസ് ആധ്യാത്മികമായിട്ടുള്ള പല എക്സർസൈസുകൾ കൊണ്ടും ധ്യാനം കൊണ്ടും ജപം കൊണ്ടും
അല്ല എങ്കിൽ പ്രാണായാമം കൊണ്ടും എല്ലാം മാറ്റിയെടുക്കാം. പക്ഷെ ക്രിമിനൽ എനർജീസ് ആണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയില്ല. ഒരു പ്രാവശ്യം അതുപോലുള്ള എനർജി ഓരോരുത്തരുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉടലെടുക്കുന്നത് മുഴുവനും മറ്റുള്ളവരെ ടാർണിഷും മലൈനിങ്ങും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഏതെങ്കിലും വിധത്തിൽ നശിപ്പിക്കണമെന്നുള്ള തോന്നൽ കൂടിയായിരിക്കും. അത് ആധ്യാത്മികതയല്ല. അതുകൊണ്ടാണ് സത്യസായി ബാബയെ പോലുള്ളവർ പറയുന്നു, ഹെൽപ്പ് എവർ ഹർട്ട് നെവർ. അതിൻ്റെ എല്ലാം ആദേശ ശുദ്ധി എന്താണെന്ന് ഗ്രഹിക്കുന്നവർക്ക് വരാൻ പോകുന്ന ഒരു നിജസായിയുടെ കോൺഷ്യസ്നസ് എന്താണെന്ന് തിരിച്ചറിയാൻ അല്പമെങ്കിലും സാധിക്കുന്നുണ്ടാകും. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് അതുപോലെ ഏറ്റു പറയുന്നത് അവനവനിലുള്ള ബുദ്ധിയെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. എനിക്ക് ശത്രുക്കൾ ഇഷ്ടം മാതിരിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യും. കാരണം ശത്രുക്കൾ ഇല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ശക്തി വർദ്ധിക്കുന്നത്? എൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ശക്തി ഏത് രീതിയിൽ എങ്ങനെയാണ് പ്രവഹിക്കുന്നത് എന്ന് എനിക്ക് മാത്രമേ അറിയാൻ കഴിയൂ. ഞാൻ വരുന്ന കാര്യവും എനിക്കല്ലാതെ മറ്റുള്ളവർക്ക് എങ്ങനെ അറിയാൻ കഴിയുന്നത്? അതുകൊണ്ട് ഞാൻ ക്രിയേറ്റിവിറ്റിയിലുള്ളപ്പോൾ ക്രിയേറ്റേഴ്സ് കോൺഷ്യസ്നെസ്, ഞാൻ എൻ്റെ ഭാവി ക്രിയേറ്റ് ചെയ്യും. തടസ്സങ്ങളുണ്ടാവും, തടസ്സങ്ങളെ മാറ്റുകയും മുന്നേറുകയാണ് എൻ്റെ കുതിരയുടെ ലക്ഷ്യം. ഗ്ലോബ് മാനോൺസിൻ്റെ കുതിരയാണ് നിജസ്. ആ നിജസ് സായിയുമായി ബന്ധിക്കുമ്പോൾ അതെൻ്റെ നെയിം സൈ അനന്ത്. അതിനൊരു പ്രത്യേകമായിട്ടുള്ള ദൗത്യമുണ്ട്. അവിടെയാണ് വാരിയർ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന നേതൃത്വ ശൈലിയുടെ ഒരു ശരിയായ പരിണാമ സിദ്ധാന്തത്തോടു കൂടി തന്നെ വരുന്ന ഒരാളുടെ ആഗമനം പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരെ കാര്യങ്ങൾ പറയുന്നു, അത് സ്വീകരിക്കാൻ കഴിയുന്നവർ സ്വീകരിക്കും, തിരസ്കരിക്കേണ്ടവർ തിരസ്കരിക്കും. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന രീതി എൻ്റേതുമായിട്ടുള്ള ബിസിനസ്സാണ്. എസ്റ്റാബ്ലിഷിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് അതിലുണ്ടെങ്കിലും എൻ്റെ ബിസിനസ് അതെന്താണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ മനുഷ്യരാശിയെ രക്ഷിക്കാൻ വന്ന ഒരു മനുഷ്യൻ്റെ ദൗത്യമാണ് അതിൽ മുഴുവൻ. കഴിഞ്ഞ 10-21 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും മനുഷ്യരുടെ ബോധമണ്ഡലത്തിൽ എത്താത്തത് കൊണ്ട് പിന്നെയും ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അടുത്ത വരാൻ പോകുന്ന 21 വർഷം എങ്ങനെയായിരിക്കണം, അതാണ് ഇപ്പോൾ ഞാൻ ഈ ഗ്ലോബ് മാനോൺസിൻ്റെ 9th ദിവസം ആഗോള മേനവന്മാർക്ക് വേണ്ടി ഒരുക്കി വയ്ക്കും. സ്വീകരിക്കാൻ കഴിയുന്നവർക്ക് സ്വീകരിക്കാം, തിരസ്കരിക്കാൻ കഴിയുന്നവർക്ക് തിരസ്കരിക്കാം. ഈ രണ്ടും എന്നെ ബാധിക്കുന്നില്ല എങ്കിലും എന്നെ സ്വീകരിക്കുന്നവരെ ഞാനും സ്വീകരിക്കുന്നു, എന്നെ ഡിനേ ചെയ്യുന്നവരെ ഞാനും ഡിനേ ചെയ്യുന്നു. അങ്ങനെയാണ് എൻ്റെ ഓർഗനൈസേഷൻ സുവ്യക്തമാക്കി മുന്നോട്ട് കുതിക്കുന്നത്. അതിലൂടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗ്ലോബ് മാനോൺസിൻ്റെ ഓഫീസും ട്രസ്റ്റും അതെല്ലാം എവിടെയായാലും, അത് ആധ്യാത്മികമായിട്ടുള്ള ബോധമുള്ളവർക്ക് ഇന്ത്യക്ക് വെളിയിലായാലും അത് കുഴപ്പമില്ല. കാരണം ഇത് ആഗോള മേനവത്വമാണ്. ഇന്ത്യക്ക് വെളിയിൽ ലണ്ടനിലോ കാനഡയിലോ ന്യൂയോർക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഔട്ട്സൈഡ് സ്ഥലത്താണ് ഗ്ലോബ് മാനോൺസിൻ്റെ ആസ്ഥാനമെങ്കിലും അത് ലോകത്തിൽ മുഴുവൻ സെർവ് ചെയ്യുന്ന രീതിയിലായിരിക്കും. എന്നെ വേണ്ടാത്തവർക്ക് ഞാൻ അവരെയും തിരസ്കരിക്കുന്നു. സ്ട്രൈറ്റ് ഹൈയസ്റ്റ് 3. പലപ്പോഴും അത്ഭുതം തോന്നും. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, പറയുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ജീവിത ബോധനങ്ങളിൽ യൂട്യൂബിലും മറ്റും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് അതിലെ ഗുണാംശങ്ങളെ തിരിച്ചറിഞ്ഞിട്ടും ഒരു മോറൽ സപ്പോർട്ട് പോലും ഇല്ലാത്ത മനുഷ്യരാണ് കേരളത്തിൽ. ഒറ്റയ്ക്ക് അതുകൊണ്ട് എല്ലാം ചെയ്യേണ്ടി വരും. അത്ഭുതം തോന്നും. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആയിരുന്നെങ്കിൽ ആ മതം അതുകൊണ്ട് നടക്കും. പക്ഷേ ഹിന്ദുക്കളുടെ കാര്യം നോക്കിയാൽ അങ്ങനെയാണ്. കാസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞു പോയി. ബോധമുദിക്കാൻ സാധ്യത കുറവ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ പറയുന്നത്,
ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നതിൽ അല്പം ഒന്ന് വിചാരം വേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ സ്വന്തം നാടും കേരളവും എൻ്റെ അനുഭവം പറയുന്നു ഹിരണ്യാക്ഷന്മാരുടെയും ഹിരണ്യകശിപന്മാരുടെയും സ്വന്തം നാടാണ്. കാരണം 10-20 വർഷമായിട്ട് ഞാനും മനസ്സിലാക്കും. അതിനു മുമ്പ് ഇനിയും അതുപോലെ തന്നെയാണെങ്കിൽ കേരളത്തിലുള്ളവർക്ക് നാണക്കേടും മാനക്കേടുമാണ്. അതുകൊണ്ടാണ് ഞാൻ വന്ന കാര്യം ഞാൻ തന്നെ പറഞ്ഞു, എനിക്ക് വേണ്ടവരെ ഞാൻ തന്നെ തിരയുന്നു. എൻ്റെ സെക്യൂരിറ്റി 22/7/9 എനിക്ക് തന്നെ ഉണ്ടാക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ 2024-ലും 2025-ലും എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ കുറച്ചുകൂടി നല്ല സോഴ്സിനെ കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നതോടൊപ്പം ചിലപ്പോൾ തോന്നും ഒരു മാറ്റം അത്യാവശ്യം തന്നെ കേരളത്തിലെ ജനങ്ങൾ. അത് എന്നോടുള്ള ദേഷ്യം കൊണ്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് അവരവരുടെ മനസ്സ് ചീത്താക്കുന്നതിന് പകരം അവരവരുടെ രീതിയിൽ പോയി എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എൻ്റെ പുറകെ കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ സംരക്ഷിക്കും. അതാണ് എൻ്റെ ദൗത്യം. ഞാൻ കേരളത്തിന് വെളിയിലേക്ക് പോയാലും എവിടെയായാലും ആഗോള മേനവന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഗതി എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിപ്പോയി. നിജസ്പാദ straight highest 3 syllabus. Love you all.